എനിക്കിവിടെ ചെയ്യാൻ എന്തെങ്കിലും പണിയുണ്ടോ? ഈ വെറുതെ ഇരിക്കുന്ന അമ്മൂമ്മ കണ്ടുകൊണ്ട് വന്നാണ്ടല്ലോ, പിന്നെ പറയും ഞാൻ ഇവിടെ ഒരു പണി എടുക്കുന്നില്ല, വെറുതെ ഇരുന്ന് തിന്നുവാന്നൊക്കെ പറയും. ஒன்னு செய்யலாம், அம்மா வரும்போது நான் இஞ்சி கஷ்டம் எடுத்து தரேன். എന്താ അമ്മ ഇങ്ങനെ വന്ന് നിക്കണേ? പിന്നെ ഞാൻ എങ്ങനെയാ നിക്കണ്ടേ? അതല്ല, എന്തോ ഒരു മുഖമൊക്കെ വല്ലാതിരിക്കുന്നു. சீதம்மா, உங்க முகம் ஒரு மாதிரியா இருக்கு. இந்த பாருங்க, நீங்க எப்பவுமே சிரிச்சிருந்தா தான் உங்க முகத்துக்கு அழகு. இல்ல, எல்லா வாட்டியும் எல்லாருக்கும் எப்பவுமே சிரிச்சிருக்க முடியுமா? இல்ல லட்சு? അത് തന്നെ. എല്ലാവർക്കും ചിരിച്ചിരിക്കാൻ മുടിയാതെ, പക്ഷെ ലച്ചുവിന് പറ്റും എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കാൻ. എന്ത് പറ്റി? അച്ഛനായിട്ട് എന്തെങ്കിലും കശപിശ ഉണ്ടായോ? അച്ഛനുമായിട്ട് എപ്പോഴും കശപിശ ഉണ്ടാവാറുണ്ടല്ലോ. അല്ല, അച്ഛൻ എന്നോട് സംസാരിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, മോനോട് ഒരു കാര്യം അങ്ങനെ ചോദിക്കത്തില്ലല്ലോ. മോൻ്റെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിലയിരുത്തി എന്നോട് വന്ന് പറയും. ഞാൻ അവനോട് എന്നിട്ട് അത് ചോദിക്കണം. ഞാൻ എന്നിട്ട് അവനോട് ചെന്ന് ചോദിക്കുമ്പോഴോ അങ്ങനെ ഇടയ്ക്ക് കയറിയിട്ട് എന്നെ വിലക്കും. അവർ തമ്മിൽ എന്നിട്ട് ഒന്നാവുകയും ചെയ്യും. അതിപ്പോ എല്ലാ വീട്ടിലും അങ്ങനൊക്കെ തന്നെയാ ചെയ്തേ. അച്ഛനും ആമക്കളുമായിട്ടേ ഭയങ്കര അടുപ്പമായിരിക്കും. തോളെ കൈയിട്ടേ നടക്കത്തുള്ളൂ. சீதாமா, நீங்க என்ன சொன்னாலும் சரி, நம்ம சித்துக்கு உங்கள்கிட்டயும் அப்பாட்டையும் ரொம்ப பாசம் மரியாதை இருக்கு. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്. അപ്പൊ പിന്നെ എന്താണ് ഇപ്പൊ പ്രശ്നം? എൻ്റെ ലച്ചു, പ്രശ്നം എന്താന്ന് നിനക്ക് അറിയത്തില്ലേ? നീ ഇങ്ങനെ എല്ലാത്തിനും സിദ്ധുവിന്റെ കൂടെ നിന്നോ കേട്ടോ. ഞാൻ ചുമ്മാ പറയല്ല. 6 മാസം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സിദ്ധുവിന്റെ നിന്റെ ഇടയ്ക്ക് വലിയ വഴക്ക് കിടന്ന് രണ്ടുപേരും 2 പാത്രമാവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. മോളെ ലച്ചു, സീതമ്മ പറഞ്ഞതേ സിദ്ധുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുവാ. നിനക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് മനസ്സിലായി. എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അല്ല, അവന്റെ ജോലിക്കാരി ഒന്നുവേ ഇതുവരെ ശരിയായിട്ടില്ലല്ലോ, അതിനെ പറ്റിയാ പറഞ്ഞത്. ഇവള് വേണ്ട വിധത്തിൽ ചോദിക്കുന്നുണ്ടാവില്ലമ്മേ അവനോട്. ഞാൻ ചോദിക്കാറൊക്കെ ഉണ്ട്, ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കാറുമുണ്ട്. പക്ഷെ അവൻ സീരിയസ് ആയിട്ട് എടുക്കണ്ടേ? അത് നീ വേണ്ട രീതി ചോദിക്കുന്നില്ല എന്റെ ലച്ചു. இருக்கு சீதம்மா, அடிக்கடி அவ சீரியஸா இங்க இருந்தே பேசுவா. പിന്നെ അടുക്കളയിൽ ഇരുന്ന് പേശി എങ്ങനെയാ ശരിയാവുന്നേ? അവനോടല്ലേ ചോദിക്കേണ്ടത്. ഡെയിലി 3 വട്ടം നിങ്ങളോട് 2 പേരോടും അവന്റെ കാര്യം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവനോട് നീ ചോദിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാവും പെണ്ണെ. പറഞ്ഞില്ലെന്ന് വേണ്ട. അതെ, ഇതിപ്പോ ഞാനൊന്നും പറയാത്തതേ പാറുവിനോടോ കല്ലൂനോടോ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതിപ്പോ നല്ല അറിവും ലോകവിവരമുള്ള പിള്ളേരോട് നമ്മൾ എന്തോ പറഞ്ഞു കൊടുക്കാനാ സീതേ? കല്ലുവേ, മിണ്ടാണ്ടിരുന്നേ. വലിയ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. சீதாம்மா, நான் உங்களுக்கு ஸ்ட்ராங்கா ஒரு டீ எடுக்கட்டா? എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? எப்படியாவது கூல் ஆகட்டும்னு நினைச்சேன். ശരിയാ. സീതയ്ക്ക് നല്ല വിഷമമുണ്ട്. അച്ഛനാ വിഷമം. അച്ഛന് വിഷമോ? അച്ഛനെന്തിനു വിഷമം? അച്ഛമ്മയില്ലേ, അച്ഛനെ വഴക്ക് പറഞ്ഞു. അച്ഛന് എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞേ? അത് ഓർക്കുന്നില്ല അമ്മ. അതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുമല്ലോ. ഇതെന്താ ഓർക്കാത്തെ? മറന്നുപോയി. മറവീച്ചിരി കൂടുതലാണല്ലോ കുഞ്ഞിന്. ഓർമ്മയ്ക്കും പറയാമേ. ഓ, ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. ആവശ്യത്തെ കാര്യങ്ങളൊന്നും കേട്ട് പഠിക്കണ്ട. ഓർമ്മിക്കുമ്പോ പറയോ വേണ്ട, അമ്മ കണ്ടുപിടിച്ചോളാം കേട്ടോ. അമ്മ ഓർമ്മ വന്ന്. അച്ഛനൊന്നും ചെയ്യുന്നില്ല, പൈസ എല്ലാം ബാക്കി കളയുന്നു. പിന്നെ പറഞ്ഞത് ഓർമ്മ പക്ഷെ വരുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. മതി, ഇത്രയും പറഞ്ഞാ മതി. இப்பதான் எனக்கு புரியுது எதனால சீதம்மா ரொம்ப டல்லா இங்க ஏறி வந்தாங்கன்னு. എതിന്? வருத்தத்தினால திட்டிட்டு வந்தாங்க தானே. ഓ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കേട്ടാ, എന്താ അവസ്ഥ നോക്കട്ടെ. എന്താണ് ഒരു ആലോചന? ആലോചനയോ? ഞാൻ എന്താ ആലോചന? ഒന്നും ആലോചിച്ചില്ല. ഇല്ല.